നോക്കിയ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നോക്കിയയുടെ പഴയ 3310 എന്ന പ്രോഡക്റ്റിനെ കുറിച്ചായിരിക്കും പലരും ഓർക്കുക. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ബാറ്ററി ബാക്കപ്പും എത്ര പ്രാവശ്യം തറയിൽ വീണാലും ഒരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിക്കുന്നതുമായ നോക്കിയയുടെ മികച്ച പ്രോഡക്റ്റ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം കമ്പനി ഉൾക്കൊള്ളാത്തതുകൊണ്ട് നോക്കിയയുടെ ഫോണുകൾ ഇന്ന് ഏറെക്കുറെ അപ്രസക്തമായി കഴിഞ്ഞു. പ്രത്യേകിച്ചും 2008 ശേഷം ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങിയ സ്മാർട്ട് ഫോണുകൾ ലോകം കീഴടക്കിയപ്പോൾ നോക്കിയ എന്ന ബ്രാൻഡ് അപ്രസക്തമാവുകയും ആളുകൾ ഈ ബ്രാൻഡിനെ പെയ്യനെ മറക്കാൻ തുടങ്ങുകയും ചെയ്തു. പുതിയ ഒരു സാങ്കേതിക വിദ്യയും പുതിയ ഒരു ഉൽപ്പന്നവും പുതിയ ഒരു നേതൃത്വവുമായി 5G ടെക്നോളജി സെക്ടറിൽ നോക്കിയ ഇപ്പോൾ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ്. ഒരു സമയത്ത് മൊബൈൽ ഫോൺ സെഗ്മെന്റിൽ 70% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന നോക്കിയ വെറും 3% മാർക്കറ്റ് ഷെയറുള്ള അപ്രസക്തമായ ഒരു ബ്രാൻഡായി എങ്ങനെ മാറി എന്ന ഫാക്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത്. 1990കളിൽ മൊബൈൽ ഫോൺ വ്യവസായത്തിലേക്ക് കടന്ന നോക്കിയ 1996 $8.7 ബില്യൺ വാർഷിക വരുമാനം നേടുന്ന കമ്പനിയായി വളർന്നു. 2008 കമ്പനിയുടെ വരുമാനം $74 ബില്യൺ ഉയർന്നു. ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയും സ്ട്രോങ് ഡിസൈനുമായിരുന്നു നോക്കിയയുടെ പ്രധാന തുറുപ്പുചീട്ട്. അതേസമയം നൂതന സവിശേഷതകളുള്ള ഫോണുകളിലേക്ക് ആളുകൾ മാറുന്നത് നോക്കിയ കണ്ടില്ല എന്ന് നടിച്ചു. 2007 ജനുവരി 9 സ്റ്റീവ് ജോബ്സ് ലോകത്തെ ആദ്യ ഐഫോൺ ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്തു. മൊബൈൽ സാങ്കേതിക വിദ്യയിൽ ഇതൊരു വിപ്ലവകരമായ മാറ്റത്തിന്റെ തുടക്കം കുറിക്കലായിരുന്നു. അക്കാലത്തെ ഫോണുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കട്ടി കുറഞ്ഞതും ടച്ച് സ്ക്രീൻ ഉള്ളതുമായ ഐഫോണിന് മികച്ച സ്വീകാര്യത ലഭിച്ചു. പരമ്പരാഗത മൊബൈൽ ഫോണുകളുടെ നിർവചനം മാറുന്നത് നോക്കിയ മനസ്സിലാക്കിയെങ്കിലും ഇതിനെ വ്യവസായത്തിലെ ഒരു താൽക്കാലിക പ്രതിഭാസം എന്നാണ് നോക്കിയ വിശേഷിപ്പിച്ചത്. കൂടാതെ ഐഫോണിന്റെ ടച്ച് സ്ക്രീൻ പ്രായോഗികമല്ല എന്നും അതിന്റെ നിർമ്മാണം വളരെ ചെലവേറിയതായിരിക്കുമെന്നും നോക്കിയ കരുതി. അതോടൊപ്പം തന്നെ ഐഫോണിന്റെ ഭംഗിയുള്ളതും അതിലോലവുമായ ഡിസൈൻ സാധാരണക്കാർക്ക് അനുയോജ്യമല്ല എന്ന് നോക്കിയ വിധി എഴുതുകയും ചെയ്തു. ആളുകൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ടച്ച് സ്ക്രീനിന്റെ പുതിയ അനുഭവം ഉപഭോക്താക്കൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതും നോക്കിയ മനസ്സിലാക്കിയില്ല. ഇതിനെയൊക്കെ ഒരു താൽക്കാലിക പ്രവണതയെന്ന് കരുതി നോക്കിയ അവഗണിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഇതൊരു താൽക്കാലിക പ്രവണതയല്ലായിരുന്നു, മറിച്ച് സമ്പൂർണ്ണ സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റമായിരുന്നു. ഈ മാറ്റം നോക്കിയയ്ക്ക് മനസ്സിലായപ്പോഴേക്കും കാലം ഏറെ വൈകി. നോക്കിയയുടെ മാർക്കറ്റ് ഐഫോണും മറ്റുള്ള സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിംഗ് കമ്പനികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഏറെ വൈകിയെങ്കിലും മൊബൈൽ ഫോൺ വ്യവസായത്തിൽ വന്ന മാറ്റം നോക്കിയ ഉൾക്കൊള്ളാൻ ഒരു ശ്രമം നടത്തുകയും 2009 N97 എന്ന പേരിൽ പുതിയൊരു സ്മാർട്ട് ഫോൺ കമ്പനി ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ഐഫോൺ കില്ലർ എന്ന വിശേഷണത്തോടു കൂടിയാണ് പുതിയ പ്രോഡക്റ്റിനെ നോക്കിയ ലോഞ്ച് ചെയ്തത്. N97 ടച്ച് സ്ക്രീനിനോടൊപ്പം ഒരു സ്ലൈഡ് ഔട്ട് കീബോർഡ് കൂടി ഉണ്ടായിരുന്നു. 5 മെഗാ പിക്സൽ ക്യാമറയും ഐഫോണിനേക്കാൾ ഇരട്ടി സ്റ്റോറേജും ഉണ്ടായിരുന്ന N97 നോക്കിയയ്ക്ക് വളരെ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി തികച്ചും വ്യത്യസ്തമായിരുന്നു. N97 മാർക്കറ്റിൽ ദയനീയമായി പരാജയപ്പെട്ടു. N97 പരാജയപ്പെട്ടതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം N97 ഉപയോഗിച്ചിരുന്ന സിംബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. ആൻഡ്രോയിഡ് പോലുള്ള മികച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ അവസരമുണ്ടായിട്ടും നോക്കിയ അവരുടെ പഴയ സിംബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു N97 ഉപയോഗിച്ചത്. ഇത് യൂസറിന്റെ ഫ്ലെക്സിബിലിറ്റി കുറയ്ക്കുകയും യൂസേഴ്സ് പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. കൂടാതെ തേർഡ് പാർട്ടി ആപ്പ് ഡെവലപ്പേഴ്സിന് സിംബിയനിൽ കൂടുതൽ ആപ്പുകൾ ലോഞ്ച് ചെയ്യാനും സാധിച്ചില്ല. ഇതുമൂലം ആളുകൾക്ക് N97 താൽപ്പര്യം നഷ്ടപ്പെടുകയും N97 വിപണിയിൽ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. നോക്കിയയുടെ മികച്ച ബ്രാൻഡിങ്ങും മികച്ച ഹാർഡ്വെയർ ഗുണനിലവാരം ഉണ്ടായിട്ടും N97 പരാജയപ്പെട്ടു. ഇത് കമ്പനിയുടെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചു. കമ്പനിയുടെ വരുമാനത്തിൽ 57% ഇടിവ് വന്നത് നോക്കിയയ്ക്ക് വിപണിയിൽ വലിയ ആഘാതം സൃഷ്ടിച്ചു. വിപണിയിൽ നിന്നും കടുത്ത തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് നോക്കിയ കമ്പനിയുടെ സിഇഒയെ മാറ്റാൻ തീരുമാനിച്ചു. സ്റ്റീഫൻ എലോപ്പിനെ പുതിയ സിഇഒ ആയി നിയമിക്കുകയും ചെയ്തു. മൈക്രോസോഫ്റ്റിന്റെ ബിസിനസ് ഹെഡായ സ്റ്റീഫൻ എലോപ്പ് കമ്പനിയിൽ സ്ഥാനമേറ്റ ഉടൻ തന്നെ എല്ലാ ജീവനക്കാരുമായി ചേർന്ന് ഒരു മാൻഡേറ്ററി മീറ്റിംഗ് വിളിപ്പിച്ചു.
മാൻഡേറ്ററി മീറ്റിംഗിൽ നോക്കിയ ഉപയോഗിക്കുന്ന സിംബയോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദുർബലമാണെന്നും ഇത് പല പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നും പരസ്യമായി പറഞ്ഞു. സ്റ്റീഫൻ എലോപ്പിൻ്റെ ഈ സ്പീച്ചിനെ ബേണിംഗ് പ്ലാറ്റ്ഫോം സ്പീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്പീച്ച് പുറത്തു വന്നതോടുകൂടി ഇത് കമ്പനിയിൽ വളരെ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. നോക്കിയയുടെ പ്രൊഡക്റ്റുകൾ ദുർബലമാക്കിയതിനോടൊപ്പം തന്നെ വിപണിയിൽ നോക്കിയയുടെ സ്ഥാനം നശിപ്പിക്കുകയും ചെയ്തു. നോക്കിയയുടെ ബ്രാൻഡ് ഇമേജിന് കേടുപാടുകൾ സംഭവിച്ചതുമൂലം ഉപഭോക്താക്കൾക്കും ഓഹരി ഉടമകൾക്കും കമ്പനിക്ക് മുകളിലുള്ള വിശ്വാസം കുറയാൻ തുടങ്ങി. നോക്കിയയുടെ ഓഹരികൾ ഇടിഞ്ഞു തുടങ്ങി. വിഷമകരമായ അവസ്ഥയിൽ നിന്നും കമ്പനിയെ കരകയറ്റാൻ കൊണ്ടുവന്ന CEO കമ്പനിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തത്. സിംബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പകരം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ തിരഞ്ഞെടുക്കാനുള്ള സ്റ്റീഫൻ എലോപ്പിൻ്റെ തീരുമാനമാണ് നോക്കിയ തകർന്നതിന് പിന്നിലെ മൂന്നാമത്തെ പ്രധാന കാരണം. അതിവേഗം വളരുന്ന ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ തഴഞ്ഞ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ എലോപ്പ് സ്വീകരിക്കുകയും നോക്കിയയുടെ എക്സ്ക്ലൂസീവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാക്കി മാറ്റുകയും ചെയ്തു. 2011 നോക്കിയ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ലൂമിയ 800, ലൂമിയ 710 തുടങ്ങിയ സ്മാർട്ട് ഫോണുകൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു. ഉപയോഗിക്കാൻ എളുപ്പവും അതിവേഗം വളരുന്നതുമായ ആൻഡ്രോയിഡ് ഇൻ്റർഫേസ് ഉപേക്ഷിച്ച് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരാൻ ആളുകൾ വിസമ്മതിച്ചു. കൂടാതെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഡ്യുവൽ കോർ, ക്വാഡ് കോർ തുടങ്ങിയ പ്രോസസ്സറുകൾ പ്രവർത്തിക്കുമ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സിംഗിൾ കോർ പ്രോസസ്സർ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇത് നോക്കിയയുടെ ഫോണിൻ്റെ പെർഫോമൻസിനെയും സ്പീഡിനെയും പ്രതികൂലമായി ബാധിച്ചു. നോക്കിയയുടെ ഫോണുകൾക്ക് ഫ്രണ്ട് ക്യാമറ ഇല്ലാത്തതും തേർഡ് പാർട്ടി ആപ്പ് ഡെവലപ്പേഴ്സിന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് വലിയ താൽപ്പര്യമില്ലാത്തതും നോക്കിയയുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കി മാറ്റി. 2013 ആയപ്പോഴേക്കും മൊബൈൽ ഫോൺ വ്യവസായത്തിലെ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ വെറും 3% ചുരുങ്ങുകയും കമ്പനി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും ചെയ്തു. 2013